സർ, കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരാൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തിയതായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ വീഡിയോ. അതിൽ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി താമസിച്ചിരുന്ന ഹോട്ടലിന് മുന്നിൽ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിക്കൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയും മോദിക്കെതിരായി മുദ്രാവാക്യം വിളിക്കുകയും ഹോട്ടലിനകത്ത് കയറി വമ്പൻ പ്രതിഷേധം നടക്കുകയും മോഡിയൊക്കെ ഞെട്ടിയെന്നും ഇന്ത്യ തരിച്ചു നിന്നുവെന്നും ഇന്ത്യക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായെന്നും ഇന്ത്യ അവിടെ അപമാനിക്കപ്പെട്ടു എന്നും മോദിയെ അവിടെ ആൾക്കാർക്കെല്ലാം പുച്ഛമാണെന്നും ഒക്കെ രീതിയിലായിരുന്നു മോദിയെയും രാജ്യത്തിനെയൊക്കെ താറടിച്ചുകൊണ്ടായിരുന്നു മാത്യു സാമുവലിന്റെ ഈ പറയുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ശരിക്കും അവിടെ എന്താണ് നടന്നത്? വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഈ മാത്യു സാമുവൽ എന്ന് പറഞ്ഞവൻ കള്ളനാണ്. അവൻ വാ തുറക്കണ രണ്ട് കാര്യത്തിനാണ്, കഞ്ഞി കുടിക്കാനും കള്ളം പറയാനും. എന്ന് ഞാൻ മാത്രമല്ല പറയണ, ഡൽഹിയിലൊക്കെ അവനെ അറിയാൻ എല്ലാ പത്രക്കാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവനൊക്കെ അമ്മാഹാ കള്ളനാണ്. ഇവൻ ഭയങ്കര ക്രൈസ്തവ മതമൗലികവാദിയാ. ഇവൻ ആരാന്നറിയാമോ? ഇവനാണ് നമ്മുടെ BJP പ്രസിഡന്റ് ഉണ്ടായിരുന്നുള്ളൂ, ബംഗാരു ലക്ഷ്മണനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് അദ്ദേഹം പെട്ടെന്ന് മരിക്കാനുള്ള പ്രധാന കാരണം ഇവനാണ്. ഇവൻ എന്ത് ചെയ്തു എന്നറിയാമോ? അതറിയണം. ഈ വാർത്തയുടെ മുൻപിൽ ഇവനെ പറ്റിയിട്ട് അറിയണം. ഇവൻ ഒരു ദിവസം ബംഗാരു ലക്ഷ്മണന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത്, അവനിങ്ങാണ്ട് തെഹൽക്കയിലോ ഏതോ ഒരു മഞ്ഞപത്രത്തിന്റെ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ പോയി 2001 2002 മറ്റോ. എന്നിട്ട് കുറെ പൈസ 1,00,000 രൂപ എന്താണ്ട് ഒറ്റ കൊണ്ട് മേശപ്പുറത്ത് വെച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചത് എന്താന്ന് വെച്ചു, ഇത് നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഓ ശരി. അപ്പൊ പറഞ്ഞു, ഇയാൾ ആരാണ് പത്രക്കാരനാണെന്നൊക്കെ ബംഗാരു ലക്ഷ്മണന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, ദലിതാണ്, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ശരി താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു അത് എടുത്ത് മേശയ്ക്കകത്തേക്ക് വെച്ചു. ഇവനത് ഈ ഹിഡൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഓടിപ്പോയി അവന്റെ മാസികയല്ലോ, ഓൺലൈൻ എന്താ സൂത്രം ഉണ്ടല്ലോ അന്ന്, അതിനകത്ത് പോസ്റ്റ് ചെയ്ത് ബംഗാരു ലക്ഷ്മൺ എന്റെ അടുത്ത് നിന്ന് 1,00,000 രൂപ കൈക്കൂലി മേടിച്ചു, ഒരു രാജ്യരക്ഷാ ഇടപാട് ശരിയാക്കി കൊടുക്കാൻ എന്തോറ്റ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഡയലോഗ് ഓഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പൈസ കൊടുക്കുമ്പോ അദ്ദേഹം ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാന്ന് പറഞ്ഞു. ഓ നല്ല കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ, BJPക്ക് കൊടുത്തിരിക്കുന്ന പൈസയാണെന്ന് വിചാരിച്ചിട്ട്, BJPയുടെ ഫണ്ടിലേക്ക് ഉള്ള പൈസയാണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം എടുത്തു വെച്ചത്. ഇവൻ എന്നിട്ട് പറഞ്ഞുണ്ടാക്കി അത് ബംഗാരു ലക്ഷ്മൺ നടത്തുന്ന ന്യൂ ഇയർ പാർട്ടിക്കുള്ള സംഭാവനയായിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. ബംഗാരു ലക്ഷ്മൺ എന്ത് ന്യൂ ഇയർ, December 31 ബംഗാരു ലക്ഷ്മൺ ന്യൂ ഇയർ പാർട്ടി നടത്തുമോ? നല്ല കാര്യമായി. ഇവൻ അന്ന് തൊട്ടേ ഭയങ്കര കള്ളൻ തെമ്മാടിയാണ് ഇവനെ അന്ന് തൊട്ടേ ആൾക്കാർക്ക് പേടിയാണ് അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ അച്ചായൻ സ്പിരിറ്റ്, ഭയങ്കര ക്രൈസ്തവ സ്പിരിറ്റ്. കാരണം അന്ന് വാജ്പേയി ഗവൺമെന്റ് ഡൽഹിയിൽ അധികാരത്തിലിരുന്നു. അവരെ താഴ്ത്തിറക്കാൻ വേണ്ടി എന്ത് ഹീനമായ ജോലി ചെയ്യാനും ഇവന്മാർക്ക് വേണ്ടിയില്ല. ഇവൻ പത്തനംതിട്ടക്കാരനെങ്ങാണ്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവനെ കാണില്ല. അവിടുന്ന് തെഹൽക്കന്നൊക്കെ ഇവനെ പുറത്താക്കി. വേറെ ആരും കോബ്ര എന്ന് എന്തോ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്തു എന്നുണ്ടോ, കോബ്രയ്ക്കകത്ത് ഇവൻ അതിലും വലിയ കോബ്രയായിട്ട് മാറിയപ്പോ അവർ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. പിന്നെ കുറെ നാൾ എവിടെയാണ് അമേരിക്കയിലൊക്കെ പോയി പിച്ചെടുത്ത് ജീവിക്കണ്ടായിരുന്നു എന്നാ പറയണേ, എനിക്കറിയില്ല. ദെൻ പിന്നെ ഇവനെ കാണുന്ന 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോ ഇവൻ നരേന്ദ്രമോദിക്ക് ഓശാന പാടിക്കൊണ്ട് വന്നേക്കുന്നു ഇവൻ. അപ്പൊ അന്ന് ഞാൻ എല്ലാവരോടും ഇവനെ സൂക്ഷിക്കണോട്ടോ, ഇവൻ കള്ളന് കഞ്ഞി വെച്ചവനാണ്, ഇവനെ അടുപ്പിക്കാൻ കൊള്ളൂലെന്ന്. ആരും ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ ഞാൻ ഇന്ന് ഒരാൾ എനിക്ക് ഫോർവേഡ് ചെയ്തു. ഞാനത് നോക്കി കഴിഞ്ഞപ്പോ, ഞാൻ കാണാറില്ല ഈ മറ്റുള്ളവരുടെ യൂട്യൂബ് ഒന്നും, ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അവൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ന്യൂനപക്ഷത്തിനെതിരെ ഇന്ത്യയില് നടക്കുന്ന പീഡനങ്ങൾക്ക് പ്രതിഷേധിച്ച് ഓസ്ട്രേലിയയിലെ ജനങ്ങള് മോദിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ കയറി മുദ്രാവാക്യം വിളിച്ചു, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പ്രസംഗിക്കുന്നത്. പ്രിയനുണ്ടാ അറിയോ എന്താ ഉണ്ടായെന്ന്? നരേന്ദ്രമോദി താമസിച്ച ഹോട്ടലില് ഒരു ചങ്ങാതി ഒരു ചെറുപ്പക്കാരൻ കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അദ്ദേഹം ഹോട്ടലിൽ നിന്ന് പോയി കഴിഞ്ഞു നരേന്ദ്രമോദി. അത് കഴിഞ്ഞപ്പോ ഇവൻ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു, മോദി ടേക്ക് ഇന്ത്യൻസ് വിത്ത് യു, വി ഡോണ്ട് വാണ്ട് ഇന്ത്യൻസ് ഇൻ ഓസ്ട്രേലിയ. ഞങ്ങൾക്ക് ഇന്ത്യക്കാരെ ഓസ്ട്രേലിയയിൽ ആവശ്യമില്ല, അവരിവിടെ ഞങ്ങളുടെ തൊഴിലവസരങ്ങളൊക്കെ കവർന്നെടുക്കുകയാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. അപ്പൊ തന്നെ പോലീസ് അവനെ പൊക്കിക്കൊണ്ട് പോയി. എന്നിട്ട് പിന്നെ എവിടെയാണ്ട് 4-5 പേര് കൂടി നിൽക്കണ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവൻ പറയുന്നു അതിനകത്ത് അത് പ്രതിഷേധ പ്രകടനമാണ്, ക്രൈസ്തവരോടും മറ്റ് ന്യൂനപക്ഷങ്ങളോടും BJP ഗവൺമെന്റ് അനുവർത്തിച്ചു വരുന്ന പീഡനം ആയിട്ടുള്ള ഇത് കാരണം പ്രതിഷേധിക്കണെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഇത് നടന്നതൊന്ന്, ഇവൻ പറയണ വേറൊന്ന്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി എന്താ ബെലസിയൻ വന്നിട്ട് പറഞ്ഞ മനുഷ്യനുണ്ട്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി. അദ്ദേഹം തൊട്ട് തലേ ദിവസം മെൽബണിലൊക്കെ ഒരു വലിയ സ്റ്റേഡിയത്തില് ആൾക്കൂട്ടത്തിന് അഡ്രസ് ചെയ്തിട്ട് പറഞ്ഞത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ത്യക്കാര് ഓസ്ട്രേലിയക്ക് ചെയ്യുന്ന സംഭാവനകൾ എന്തുമാത്രമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളൊക്കെ ഈ ഓസ്ട്രേലിയയുടെ ഒരു ഭാഗമാണ്, നിങ്ങളില്ലാതെ ഞങ്ങളില്ല എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതിനൊപ്പം തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിനെ വാനോളം പുകഴ്ത്തി പ്രസംഗിക്കുകയും ചെയ്തു. എന്നിട്ട് ഇതുവരെ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ്, ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് ലീഗിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് മാച്ചസ് ബിറ്റ്വീൻ ടു ടീംസ് അത് അവർ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടത്താൻ പോണത്. ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് ലീഗിന്റെ മാച്ച് ഇന്ത്യയിൽ നടത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞ് സിവിൽ ന്യൂക്ലിയർ ഡീലിൽ ഒന്നും കോൺഗ്രസ് ഗവൺമെന്റ് തലകുത്തി മറിഞ്ഞിട്ടും കിട്ടാത്ത ഒരു ആനുകൂല്യം ഇവര് നേടിയെടുത്തു. നരേന്ദ്രമോദി നടത്തിയ ചർച്ചയിലൂടെ ഇന്ത്യയുടെ ന്യൂക്ലിയർ റിയാക്ടറിന് ആവശ്യമുള്ള യുറേനിയം മുഴുവൻ അവർ ഓസ്ട്രേലിയ നൽകും. ഓസ്ട്രേലിയക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഡിപ്പോസിറ്റ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ന്യൂക്ലിയർ ഫ്യൂവൽ തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ അണുശക്തി നിർവ്യാപന കരാറുണ്ട്, ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, അതിനകത്ത് ഇന്ത്യ ഒപ്പിട്ടിട്ടില്ല. അങ്ങനെ ആ NPT ഒപ്പിട്ടിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന രാഷ്ട്രങ്ങള് ഈ ആണവ ഉൽപാദനവുമായിട്ട് വേണ്ടപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുള്ളൂ. ഇതൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി കരാറിനകത്ത് ഒപ്പിട്ടു, ഇന്ത്യക്ക് ആവശ്യമുള്ള യുറേനിയം ഞങ്ങൾ തരും, ഒരു കണ്ടീഷനും വേണ്ട, ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്തി പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഇല്ല എട്ടുകാലി മമ്മുഞ്ഞിന്റെ കൂട്ടുള്ള കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറയേണ്ട, അയാൾ ചെയ്ത വർക്കാണ് ഇപ്പോഴാണ് യുറേനിയം കിട്ടിയത്, അത് നേരത്തെ തന്നെ ആയിരുന്നോ എന്ന് പറയുന്നത്. അത് അവരുടെ പൊതുവെയുള്ള സ്വഭാവമാണ്, എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം. അപ്പൊ ഇവൻ പറയുന്ന കാര്യമാക്കണ്ട, ഇവന് യാതൊരു അഥന്റിസിറ്റി ഇല്ല, ഇവ കള്ളനാണ്. കള്ളന്മാരെ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് അറിയാൻ പാടില്ല. അവന്റെ മാത്യു സാമുവലിനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രമാത്രം ഒരു ജേർണലിസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് നടന്നു വാ തുറന്ന നുണ പറയുന്ന കുറെ എണ്ണമുണ്ട് കേരളത്തിൽ. ചാനലുകളിൽ ചർച്ച ചെയ്യുന്നവരും പിന്നെ ഈ മാഗസിൻ നടത്തുന്ന കുറെ അലവലാദികളും ഉണ്ട്, അവര് ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെയൊന്നും അല്ല. അവൻ പറയണത് നേരെ വിരുദ്ധാണ്. ഇവിടെ വേറൊരുത്തനുണ്ട് അതുപോലെ, ഒരു ജോസ് എന്നൊരു പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു, വയനാട്ടുകാരൻ. അയാൾ കാരവന്റെ എഡിറ്റർ പറ്റിയായിരുന്നു. അയാൾ ഇതേ പോയിട്ട് നരേന്ദ്രമോദിനെ പറ്റി ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുക ലോകം മുഴുവൻ. അവസാനം കാരവനിന്ന് ആളെ പുറത്താക്കി. ഇപ്പൊ മൂപ്പര് ഇന്നാളെ ഞാൻ നോക്കിയപ്പോ അമേരിക്കയുടെ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പിച്ചെടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു, അവിടെ ഒന്ന് മോദിയെ ചീത്ത വിളിക്കാനായിട്ട്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനൊന്നും യാതൊരു റെലവൻസ് ഇല്ല. അവൻ പറയണത് എന്താണെന്ന് അവനും അറിയാൻ പാടില്ല. അവൻ ആരുടെ അടുത്തുനിന്നോ കാശ് മേടിച്ചിട്ടുണ്ട്. കാരണം യൂട്യൂബിന് അവന് ഫോളോവേഴ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അതിനകത്ത്. ഞാൻ കണ്ടില്ല, ആരും ഫോളോവേഴ്സെ കണ്ടില്ല അതിനകത്ത്. എനിക്കറിയില്ല ഫോളോവേഴ്സിന് രഹസ്യമായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ശുദ്ധ ആഭാസനാണ് അവൻ, മാത്യു സാമുവൽ എന്ന് പറയുന്നത്. ഫനാറ്റിക് ക്രിസ്ത്യൻ, ഈസ് എ ക്രിസ്ത്യൻ ഫനാറ്റിക്. അവൻ ചൊവ്വാവില്ല ഒരു കാലത്തും, നേരെയാവില്ല. അവൻ എവിടെ പോയി കഴിഞ്ഞാലും അവൻ നേരെയാവില്ല. ഇനി അവൻ സ്വന്തമായിട്ട് 500 കോടി രൂപ എടുത്ത് ആരെങ്കിലും പത്രം നടത്തുമ്പോൾ അതിന്റെ ചീഫ് എഡിറ്ററായിട്ട് വരാൻ സാധ്യതയുണ്ട്. വേറൊരുത്തനുണ്ടല്ലോ ഇവിടെ മോദിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് പാസ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട്, പാസ്പോർട്ട് രാജഗോപാൽ ഒരുത്തനല്ലേ. അപ്പൊ അതേപോലത്തെ ഒരു കഥാപാത്രമാണ് ഇത്. ഇപ്പൊ ഇവൻ മറ്റേ വേറെ എന്താ ഒരു ഇതും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പത്രത്തിൽ എഴുതിയിരിക്കണു. ഇവനാണ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് 6 or 8 റഫാൽ വിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടമായി എന്നൊക്കെ. ഇവനാണ് അത്ര ന്യൂസ് ബ്രേക്ക് ചെയ്ത് ഇവന്റെ അടുത്ത് വ്യോമസേനാ മേധാവി നേരിട്ട് വിളിച്ച് പറഞ്ഞു എന്നൊക്കെയാണ് ഇവൻ ക്ലെയിം ചെയ്യുന്നത്. രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം യൂട്യൂബേഴ്സ് ഒരുപാടുണ്ട്. അവർ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ ഇവരുടെ വരുമാനത്തെ അടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. ഇവരുടെ നീക്കങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അവരുടെ ഈ ധനത്തിന്റെ സോഴ്സ് എന്താണെന്ന് അന്വേഷിക്കുകയും അനധികൃതമായിട്ടോ വിദേശ ഫണ്ടിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും വേണ്ടതാണ്. പിന്നെ അല്ല, അവനെ പിടിച്ചിട്ട് പോലീസുകാർ ഞെക്കേണ്ടടുത്ത് 2 ഞെക്കി കഴിഞ്ഞാൽ അവൻ 10 തലമുറയ്ക്ക് മുമ്പുള്ള കാര്യം വരെ അവൻ പറയും. പേടിച്ച് വേദന എടുത്തിട്ട് നല്ല കുത്തുവെച്ചുകൊടുക്കണം പള്ളക്ക് ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ.
ഈ കുറെ ബിഷപ്പുമാരും കുറെ മെത്രന്മാരും ഉണ്ട് ഈ നാട്ടിൽ. അതിനെ പോലെ ഒരു തന്നെയാണ് ഇവനും. ഈ എന്താ പറയുന്ന അവന്റെ സാമുവല് കള്ളൻ. അവനെ അടുപ്പിക്കാൻ അവൻ പറയണ ആരെങ്കിലും വിശ്വസിക്കുവോ? നല്ല കാര്യായി. തമാശക്ക് കേട്ടിട്ട് ചിരിക്കാൻ കൂടിയില്ല അവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞിട്ട്. ശുദ്ധ ആഭാസനല്ലേ അവന്. എന്തിനുള്ള അവന് ഇത്തരം പ്രവണതകളെ ജനങ്ങൾ തന്നെ വെച്ചുറപ്പിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. വളരെയധികം നന്ദി സാർ പ്രതികരിച്ചതിന്.